Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. KSSPU Ongalur യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. പ്രസിഡന്റ് KV ഹരിദാസിന്റെ അധ്യക്ഷതയിൽ KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ചികിത്സാ പദ്ധതി വേണം എന്നുള്ളത് കാലാകാലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പല ശമ്പള കമ്മീഷനുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടാവുമായിരിക്കും, ഒരു പക്ഷേ സർവീസിലിരിക്കുമ്പോൾ ചികിത്സാ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസം തോറും 40 രൂപ പെൻഷൻകാരിൽ നിന്നും പിരിച്ചൊരു കാലമുണ്ട്. പക്ഷേ ആ പദ്ധതി തുറന്നു പോയില്ല, നിർത്തുകയാണ് ചെയ്തത്. അടച്ച 40 രൂപ പ്രകാരമുള്ള തുക തിരികെ നൽകുകയും ചെയ്തു. ഇത് നടന്നില്ല. പല ഘട്ടങ്ങളിലും ശമ്പള കമ്മീഷനുകൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ചികിത്സാ പദ്ധതി വേണം എന്ന നിർദ്ദേശം കൊടുക്കാറുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാകാറില്ല. അത് നമ്മുടെ കാലങ്ങളായിട്ടുള്ള അനുഭവം. ഇടയിൽ ഒരു കമ്മീഷൻ ഒരു നിർദ്ദേശം കൊടുത്തു, ഒരു മാസം 800 രൂപയും 14.57% ടാക്സും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി KM ഗംഗാധരൻ, AK അജിതകുമാരി, KM നന്ദകുമാരൻ, M രാജേന്ദ്രൻ, AS വിജയൻ, M രാമചന്ദ്രൻ, KM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 80 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. 2024 മുതലുള്ള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ ലഭ്യമാക്കണമെന്നും ഉൾപ്പെടെയുള്ള പ്രമേയങ്ങളും സമ്മേളനം മുന്നോട്ട് വെച്ചു.